Jesus Christ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാനും പാടാനും പ്രാർത്ഥിക്കാനും ദൈവവചനം കേൾക്കാനും നല്ല സാക്ഷ്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകി. God gave us the grace to listen to the messages, testimonies, and prayers. And I thank God for that. കഴിഞ്ഞ 3 ദിവസത്തോളമായി നമ്മൾ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ വളരെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. For the last 3 days, we were listening to the Word of God and praying. കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് സൂക്ഷിച്ചു. God has been blessing us as a family. പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. I give my thanks to the church who was giving that. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞങ്ങളൊരു വീട് വെച്ചു. ഈ ആഴ്ച എൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അതിനകത്ത് പ്രാർത്ഥന. God willing, we have actually built a house back in Kerala, and this Friday is the housewarming. And please pray for us. കർത്താവ് സഹായിക്കുന്നെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ 3 ദിവസത്തേക്ക് കാലിഫോർണിയയ്ക്ക് പോവാണ്. അതുകൊണ്ട് പ്രാർത്ഥന. Also this afternoon I'm leaving to California. Please pray for me as I travel. വ്യാഴാഴ്ച തിരിച്ചു വരണമെന്നാണ് ചിന്തിക്കുന്നത്. I am planning on coming back this Thursday. Praise the Lord. Amen. കർത്താവ് നമ്മളെ സഹായിക്കും. May God help us. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. I greet each one of you. നമ്മൾ തുറമാനമായിട്ട് ചിന്തിച്ചു വരുന്ന വാക്യം ഇന്നെങ്കിലും ഒരിക്കലും തീർക്കണമെന്നുണ്ട്. The subject that we've been talking about lately, I'm hoping to conclude this today. ഞാൻ റഫറൻസ് പറയണോ ഒന്ന് വായിക്കാമോ? Do I need to give you reference? Exodus chapter 33. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം. Exodus chapter 33. അതിന്റെ നമ്മൾ 12 മുതലാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്കതിന്റെ 14 മുതലൊന്ന് വായിക്കാം. 13 മുതൽ വായിക്കാം. Let's read from Exodus 33 verses 14 on. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അതിന് അവന് എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? ഇംഗ്ലീഷ് നമുക്ക് പിന്നെ വായിച്ചാൽ മതി. We have no much time, so we will read on the way. Okay. നമുക്ക് നമ്മൾ ചിന്തിച്ച കാര്യം എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ഓർക്കുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. What we've been thinking about, I hope all of you remember the background. I'll repeat again. ദൈവം ജനത്തിന്റെ ഇടയിലുണ്ടായ പാപം നിമിത്തം പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ വരികയില്ല. He said, because of the sin among the people, he said, I will not come with you. ദൂതനെ വേണമെങ്കിൽ അയക്കാം. If you want, I will send the angels before you. മോശയ്ക്ക് ആ ഉത്തരത്തിൽ തൃപ്തിയാകാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായി ചിന്തിക്കുന്നത്. Moses was not satisfied in that answer, and Moses continued to pray. That's what we've been thinking about for the last 2 weeks. ഒന്നാമത്തെ പ്രാർത്ഥനാ വാചകം, ഞാൻ നീ എന്നെ നിന്റെ വഴി എന്ത് ചെയ്യണേ അറിയിക്കണം. Show me thy way. Show me thy way. രണ്ടാമത് നമ്മൾ വിശദമായി ചിന്തിച്ചു. രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങേ അറിയുമാറാകട്ടെ. The second thing we pray for is, Lord, help me know you more. അത് അത്രയും കാര്യം നമ്മൾ ചിന്തിച്ചല്ലേ. മൂന്നാമത്തേത് നമ്മളൊന്ന് തുടങ്ങി വെച്ചിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. We started the third part, but we didn't. We just only begin. Now we're going to concentrate more into it. Verse 16 ഒന്ന് വായിക്കുമോ? Verse 16. This will be verse 16 of the same chapter. Somebody please read in English. For where shall it be known here that I and thy people have found grace in thy sight? Is it not in that thou goest with us? So shall we be separated. See, when I say somebody please read in English, please somebody read from the front row, okay? Because you have to read. നിങ്ങൾക്ക് വേണ്ടിയല്ലേ? Because ഇംഗ്ലീഷ് വായിക്കാൻ പറയുന്നത് തന്നെ for you. അതുകൊണ്ട് you have to read. പേരൻസ് ഞാൻ അങ്ങനെ പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ഓരോരുത്തരുടെ പേരെന്ന് പറയും. നിങ്ങൾ കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് വീനോ മലയാളം ഞങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അതുകൊണ്ട് you have to read. ഓക്കെ, മൂന്നാമത്തെ സോറി, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് വിട്ടുപോയി. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണം. 3 കാര്യം ചിന്തിച്ചു. സോറി. So we thought 3 points, and that was, no, these people are yours. നാലാമത്തെ കാര്യം, We are going to the 4th point. ആ കൃത്യം വിഷയത്തിലേക്ക് മോശ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യുക? വരിക. He's praying about the specific subject, and he's moving on. ആ പ്രാർത്ഥന പടിപടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ടോപ്പ് മോസ്റ്റ് റിക്വസ്റ്റിലേക്ക് വരിക. He's going
step by step to the uttermost point. ആദ്യം വഴി അറിയിക്കണമെന്നായി, പിന്നെ അങ്ങേ അറിയണമെന്നായി, പിന്നെ ഈ ജനത്തിന്റെ കാര്യം ഓർക്കണമെന്നായി, ഏറ്റവും അവസാനത്തിലേക്ക് വന്നതെന്ന് പറയുക, ദൂതനെ അയച്ചാൽ പറ്റിയല്ല, നീ കൂടെ വരണം. What he started with saying is, show us your ways, know this is your people, and finally he came to the conclusion that you need to come with us. അന്നേരം ദൂതനെ അയച്ചാൽ പോരാ, പിന്നെ എന്തോ ചെയ്യണം? കർത്താവേ, അങ്ങ് കൂടെ എന്ത് ചെയ്യണമേ? വരണം. We just not only want we don't want the angel to go forth with us. We want you to go before us. കാര്യം മോശയ്ക്കേ അറിയത്തുള്ളൂ ദൈവ സാന്നിധ്യത്തിലുള്ള യാത്രയുടെ പ്രത്യേകത. Only Moses understand the speciality of having God lead them. കർത്താവിന്റെ കൂടെ നടന്ന കനാനിൽ പോകാത്തതിലും ഭേദം പോകാതിരിക്കുന്ന. It is better not to enter Canaan without God than just not go at all. അല്ലേ? അതല്ലേ എന്റെ അർത്ഥം? Is that what that മോശ means? ഇങ്ങനെ കേറി പിടിച്ച് എന്താ പറയാ, ഒന്നും പറ്റിയല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. The bottom part of his prayer is, as he continue from each point to each point, what the bottom part of it is, he's saying is, you need to come with us. അങ്ങയുടെ കൂടെ നടക്കണം, അതാ താല്പര്യം. I want to walk with you. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. Enoch walked with God. ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്നത്തെ അർത്ഥം എന്താണെന്നറിയാമോ? You know what's the meaning nowadays by walking with God? ദൈവവചനം അനുസരിച്ച് നടക്കുക എന്നതാണ് ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ. Walking with God means obeying the word of God nowadays. ദൈവ സാന്നിധ്യം ഒരുവൻ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷവും ആ സാന്നിധ്യവും ആ സാമീപ്യവും ഒക്കെയാണ് ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ. Being with God is actually understanding and following the word of God. That is how you follow God. ഈ മ്യൂസിക്കിന്റെ ഒക്കെ താളത്തിൽ നമുക്കൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് എല്ലാ മ്യൂസിക്കിലും ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചാൽ മതി. With music, we have this feeling that comes upon us, getting closer to God, but not all the music that we hear does the same thing. ഏത് മ്യൂസിക്കിലും നമുക്കൊരു ഫീലിംഗ് ഒക്കെ തോന്നും, അത് ദൈവസാന്നിധ്യം ആവണമെന്ന് നിർബന്ധമില്ല. Or any when you see when you hear certain music, you may feel as though you're getting close to God, but that is not what we're talking about. ശരിയല്ലേ? Isn't that true? എന്റെ ഒരു ഉദാഹരണമുണ്ട് ഇപ്പൊ പറയാൻ സമയം. I have an example, but I don't have the time. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവസാന്നിധ്യം ഒരുവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുമ്പോൾ മാത്രമേ സംഭവിക്കൂ. Dear believers, when God's presence is upon you, the only time that happens is when you obey the word of God. വേറെ ഒരു ഷോർട്ട് കട്ടും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇല്ല. There is no other shortcut to being in the presence of God. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാര് നമ്മൾ വായിക്കുന്നല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് യേശു അവരിങ്ങനെ പാസ് ചെയ്യാൻ നേരത്താണ് അവരുടെ ഉള്ളിൽ കത്തിയിട്ട് അവർ പറയാ, പോകണ്ട, നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യണം, പാർക്കണം. The disciples were saying is that don't go any further, come to our house and reside. നമുക്ക് ആ വാക്യം ലൂക്ക് 23:24 നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ ഉണ്ട്. In Luke 23. അന്നേരം ആ നടന്നു പോയ ശിഷ്യന്മാർക്ക് മനസ്സിലായി യേശു വീട്ടിൽ വരണം. The disciples who was walking with him, they knew he needs to come to our house. Amen. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ മോശ പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കണം. Dear ones, we need to continue praying the same way Moses prayed to God. നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരണം. Your presence should be with me at all times. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമുണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. There's a verse that you need to pay more attention to. നിങ്ങൾ ഈ 16-ാമത്തെ വാക്യം verse 16 അകത്ത് In verse 16, നീ ഞങ്ങൾ വായിക്കുന്ന ഇങ്ങനെയാണ്, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ, അവിടെ വായിക്കുന്ന സെക്കൻഡ് പാർട്ട് നോക്കി, നിന്റെ ജനം ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. അന്നേരം എന്താ വിശേഷത എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. you'll see that your people is more special than all the Gentiles. ഉത്തരം അവിടെ തന്നെ കിടപ്പുണ്ട്, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ അല്ലേ. The specialty is that you are coming with us. That is the specialty of this people. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ സിമ്പിൾ ആയിട്ട് കാര്യം ഞാൻ പറയട്ടെ. I will tell you something very simple. ലോക മനുഷ്യരിൽ നിന്ന് ദൈവമക്കളെ വ്യത്യസ്തരാക്കുന്ന ഏക ഘടകം എന്താണെന്നറിയാമോ? Do you know what separates God's people from the worldly people? നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം. Amen. Hallelujah. The presence of God that we enjoy.
ബാക്കി സകല കാര്യത്തിലും all the other things, നമ്മളെക്കാൾ പലതും മറ്റുള്ളവർക്കുണ്ടെന്നുള്ള കാര്യം you അറിയണം. need to remember the worldly people has more of it than us. അവരിൽ നിന്ന് നമ്മളെ സ്പെഷ്യലാക്കുന്ന ഒരു കാര്യം, അവർക്കില്ലാത്ത ഒന്ന് നമ്മക്കുണ്ട്. അത് നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. അത് അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മളും ലോകക്കാരും തമ്മിൽ ഒരു വ്യത്യാസവും. The difference that separates us from the worldly people is that we have the presence of God, and if you do not enjoy the presence and the peacefulness of God, there's no difference between us and the worldly people. ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ മരുഭൂമി യാത്രയിൽ In the Christian life, as you go through the desert, നമ്മൾ വ്യത്യസ്തരാണോ? are we separated? അതോ ഒരു വ്യത്യാസവും ഇല്ലേ? Are we like the worldly people? ഇവിടുത്തെ വാക്യം കേട്ടു, ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തരാവും. എന്തുകൊണ്ടാ? അവിടുന്ന് ഞങ്ങളുടെ കൂടെ വരുന്നതിനാലല്ലയോ. The reason that we are different than the Gentiles is that because your presence is with us and you are leading us. എന്റെ പ്രിയപ്പെട്ടവരെ, 91 സങ്കീർത്തനത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നറിയാമോ? You know the context of the Psalms 91. നമ്മള് നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലത്തുവശത്ത് 10,000 പേര് വീഴും, പകലത്തെ അസ്തം. നമ്മൾ കണവറിയ സങ്കീർത്തനല്ലേ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയാണ് കേട്ടോ. What that actually, even though we know certain verses of that, what the context of that is that it is a journey of Israelites through the desert. അവരിങ്ങനെ മരുഭൂമികളെ പോവാ. They are traveling through the desert. അവരുടെ ഇടത്തുവശത്തൂടെ വലത്തുവശത്തൂടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. There are many people on their left and their right side. എന്നാ ആ പോകുന്നവർക്കൊന്നുമില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി മോശ പറയാൻ, ഞങ്ങൾക്ക് വേണം, നീ ഞങ്ങളുടെ കൂടെ വരണം. കാരണം പകലത്തെ അസ്ത്രം, രാത്രിയിലെ ഭയം, ഇതിനെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ രാത്രി മേഘസ്തംഭം, പകല് മേഘസ്തംഭം, രാത്രി അഗ്നിതൂണായിട്ടൊക്കെ വരണം. അതിനെയാണ് ഇതിനെ വിവരിച്ചേക്കുന്നത് കേട്ടോ. The difference between the worldly, the people that is going to their left and the right, and them is that the Lord is leading them. They are lost people, and God is blessing them through the day and on in the evening. അന്നേരം ആ വാചകം മറക്കരുത്. ലോകക്കാരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. What makes us different than the worldly people is the enjoyment of the presence of God. അത് അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ there is no difference. If you cannot enjoy God's presence and fellowship with God, there is no difference between us and the worldly people. അപ്പത്തിൽ നിന്നൊക്കെ നമ്മൾ മുറിക്കാനായിട്ട് പോവുകയാണ്. We are going to partake of the bread. നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? How is our life? Amen. Examine our life. ഹൃദയം തകരണം അല്ലേ? അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം തിരുവെഴുത്തിന്റെ അനുസരണത്തിലൂടെ എന്നിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു വെള്ളത്തിൽ കുമിള പോലെ പൊങ്ങുന്നൊക്കെ ചുമ്മാ പാടുന്ന ആവുന്ന ശ്രദ്ധിക്കാതെ. If you do not enjoy the presence of God through the Word of God, there is no difference in our life. ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്. There are a lot of examples. ജോസഫിനെ പറ്റി പറഞ്ഞല്ലോ, കാരാഗ്രഹത്തിലും ദൈവം ജോസഫിന്റെ കൂടെയിരുന്നു. In the midst of the prison, the presence of God was with Joseph. ജോഷുവയോട് പറയുന്നുണ്ട്, മോശയോടുകൂടി ഇരുന്നത് പോലെ. What he's telling Joshua there is that just like I was with Moses, I will be with you. അവിടെ വീണ്ടും ആവർത്തിക്കുന്നു, ജോഷുവ പോകുന്നിടത്തെല്ലാം I am with you. Everywhere Joshua went, you will see God is saying, I am with you. അതാ നമ്മളോട് പറഞ്ഞോണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ ഉണ്ടോ എന്നുള്ളതാണ്. God is telling us the same thing. Unto the end of this earth, I will be with you. But the question is he with you? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ചാപ്റ്റർ 32 വരെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. Up to chapter 32, God's presence was with Israelites. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് ദൈവ സാന്നിധ്യം പോകാനുള്ള കാര്യം എന്താണെന്നറിയാമോ? They placed something instead of God in their side. The reason the presence of God left from the Israelites is they replaced the living God with something else. അങ്ങനെയെങ്കിൽ ഐഡലേറ്ററി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? You know what the meaning of idolatry? ഇംഗ്ലീഷിൽ ഒരു ചെറിയ വാചകം വായിക്കാം. Anything placed in the place of God is an idol. Amen. കർത്താവിനേക്കാൾ കൂടുതൽ പ്രാധാന്യത ജീവിതത്തിൽ എന്തിനു കൊടുത്താലും അത് ഐഡലാണ്. If you give importance to anything in your life more than God, that is idolatry. ദൈവസാന്നിധ്യം അവരിൽ നിന്ന് പോയതിന്റെ കാര്യം എന്താ?
Why did God's presence leave them? ദൈവത്തിന്റെ സ്ഥാനത്ത് കള്ളയെ കൊണ്ടുവന്നു. They replaced God with a calf. അതിനൊരു ലീഡറും ഒക്കെ ഉണ്ടായി, ദൈവ സാന്നിധ്യം പോയി. They created a leader and everything, therefore the presence of God left them. ഈ ദൈവ സാന്നിധ്യം പോയപ്പം എഹെസ്കേൽ പ്രവചനത്തിൽ ഒരു കാര്യമുണ്ട്, അത് മറ്റൊരു സന്ദേശം എനിക്ക് ഓർമ്മ വന്നുകൊണ്ടെന്ന് പറയാം. ആദ്യം അവരുടെ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ ഇവർ തെറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ദൈവ സാന്നിധ്യം ഈ റൂഫേലോട്ടങ്ങ് മാറി. In the book of Ezekiel, it says it this way: they had the presence in their heart, and after that, when they did this committed sin, the presence went to the roof of the building. അന്നേരം പ്രവാചകൻ വന്ന് പറഞ്ഞു, അയ്യോ ദൈവ സാന്നിധ്യം പോവുകയാട്ടോ, ദൈവ സാന്നിധ്യം പോവുകയാണെന്ന് പറഞ്ഞു. And the prophet came over and said, the presence of God is leaving you. ജനം പറഞ്ഞെന്നു കേൾക്കണം. You know what the people told him? ആ റൂഫിലൊന്നും ഉണ്ടല്ലോ, അത് മതി. They said, he's at the roof, that's enough for us. ആ വിഷയം തീരുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? You know how it concludes? ഏറ്റവും അവസാനം റൂഫിൽ നിന്ന് പോയി. He also left from the roof. നാം സകലജാതികളിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കുന്ന ഏക ഘടകം നാം അനുഭവിക്കുന്ന സാന്നിധ്യമാണ്. The difference between us and the worldly people is the presence and the grace of God that we enjoy. ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തിനെങ്കിലും പ്ലേസ് ചെയ്താൽ, If you replace God with anything, ഐഡലാ. it is an idol. പണമാണേലും വണ്ടിയാണേലും മക്കളാണേലും കുടുംബമാണേലും ജോലിയാണേലും ഈവൻ ശുശ്രൂഷയാണെങ്കിലും ഇറ്റ്സ് കോൾഡ് ഐഡൽ. Anything that is worldly that you see around you, if you give any more importance to that than God, it becomes an idol. ഐഡൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ, സിമ്പിൾ ഒരു വാചകം പറയാം. I'll tell you another way to find idols in your life. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത പ്രിഫറൻസ് ഏതിനാന്ന് നോക്കിയാൽ മതി. You need to look at which one do you give the most importance in your life. Praise the Lord. Amen. അതുകൊണ്ട് ദൈവാത്മാവിന് നമ്മളോട് പറയാനുള്ള സന്ദേശം സകലജാതികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കണം, അത് ദൈവ സാന്നിധ്യമായിരിക്കണം. What Holy Spirit is telling each one of us, the difference between us and the worldly people is that the presence and the grace of God in our life. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാതെ ജാതികളുടെ നടുവിൽ ദൈവം ഞങ്ങളെ മാനിച്ചെന്നൊന്നും ദയവായിട്ട് പറയരുത്. അതൊന്നും അല്ല നമ്മുടെ വ്യത്യസ്തത, അതൊന്നും അല്ല നമ്മുടെ വ്യത്യസ്തത. നമ്മുടെ മാനം ഇവിടെ അല്ല, നമ്മുടെ ഉയർച്ചയും മാനവും ഒക്കെ നമ്മുടെ കർത്താവിനുണ്ട്. It is not that when you are with the worldly people that you have a higher position or some importance. What the important part there is living in the grace and the presence of God. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ഇവിടെ വേണ്ടതൊക്കെ കർത്താവ് നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ നടത്തിക്കോ. First look for the kingdom, ready for the kingdom of God. God will give you what you need in this world. അതുകൊണ്ട് മോശയുടെ പ്രാർത്ഥന ഇങ്ങനെ കയറി കയറി പോവല്ലേ. Moses' prayer is lifting up higher and higher. ഈ പ്രാർത്ഥിച്ചതിനകത്തെല്ലാം ഒരു ദൈവീകതയുണ്ട്, ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ റിക്വസ്റ്റ് എല്ലാം ഗ്രാന്റ് ചെയ്യുക. Every prayer that he makes, he talks to God, have godliness in it and a spirituality in it, and God is giving them what he's asking for. അതുകൊണ്ടാണ് Sermon on the Mount വായിക്കുന്നത്, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. In the Sermon on the Mount, Jesus said, "Whoever asks of me will receive." അങ്ങനെയാ വായിക്കുന്നത്, യാചിക്കുന്ന ഏവനും. Whoever asks. നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ യാചിച്ചാൽ കിട്ടാറില്ല, അന്നേരം അതിന്റെ അർത്ഥം അതല്ലല്ലോ. Now we know what the real meaning of what that scripture says. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. മോശയുടെ 4 റിക്വസ്റ്റും കർത്താവ് കേട്ടു. Those who seek will receive. That's why you see Moses is received the 4 points. അവിടെ കൊണ്ട് തീരേണ്ടതല്ലേ പ്രാർത്ഥന, തീർന്നില്ല. Shouldn't it end right at that point? 17ാമത്തെ വാക്യം വായിച്ചോളൂ. If you go to chapter 17. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. 18 ശ്രദ്ധിച്ചു വായിച്ചോളൂ. 18. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. ടോപ്പ് മോസ്റ്റ് റിക്വസ്റ്റ്. ഇതിൽ കൂടുതൽ റിക്വസ്റ്റ് ഉണ്ടോ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ? നമ്മൾ മിക്കവരും മേളുകൊണ്ട് നിർത്താറാ പതിവല്ലേ. 5ാമത്തെ തന്റെ റിക്വസ്റ്റ്, His 5th request. I want to see thy glory. Amen. അന്നേരം ആ ടോപ്പ് മോസ്റ്റ് റിക്വസ്റ്റിലേക്ക് പോയി, എനിക്ക് നിന്റെ മഹത്വം എന്ത് ചെയ്യണം? I want to see your glory. That is his topmost request. കർത്താവേ, വഴി അറിയിച്ചാ പോരാ, Not only showing me the way, ദൂതനെ പറഞ്ഞു വിട്ടാ പോരാ, not sending your angel, എനിക്ക് നിന്നെ അറിഞ്ഞാ പോരാ. not only this, I know അറിവെന്ന് പറയുമ്പോ എന്റെ ക്ലൈമാക്സിൽ ഒരിക്കലും ഇവിടെ എത്തുകയല്ലെന്ന് എന്റെ അർത്ഥം. what he's saying is he will not get to the climax of that. ജനത്തെ ഓർക്കണം, You remember the people, your people. അങ്ങ് കൂടെ വരണം. You need to come with us. എനിക്ക് അങ്ങയുടെ തേജസ് ഒന്ന് കാണണം. I need to see your presence. ഗ്ലോറി ഒന്ന് ചെയ്യണം. Amen.
We need to see your glory. അന്നേരം മോശയുടെ ആ വലിയ റിക്വസ്റ്റ് ദൈവം അങ്ങ് ഗ്രാന്റ് ചെയ്തു. God granted the biggest request he has. അപ്പൊ അതൊക്കെ ഒത്തിരി വിവരിക്കേണ്ടതാണല്ലോ, ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യും. I'm going to conclude even though I want to explain further. അന്നേരം 19ാമത്തെ വാക്യത്തിൽ ഇത് നിങ്ങൾ തന്നെ വായിച്ചോളൂ, ദൈവം ഉത്തരം കൊടുക്കുക. അതിന് അവൻ ഞാൻ എന്റെ മഹിമയൊക്കെ നിന്റെ മുമ്പാകെ കടക്കുവാൻ ഇടയാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. 19 വാക്യം കണ്ടല്ലോ അല്ലേ? എനിക്ക് ഇംഗ്ലീഷ് ഒന്ന് നോക്കി. Somebody please read English. And the Lord said, Verse 33:19. And the Lord said, I will cause all my goodness to pass upon you. മതി. അങ്ങനെ കഥാവിന് മറുപടി, ഓക്കെ, ഞാൻ എന്റെ മഹിമയൊക്കെ നിന്റെ മുമ്പാകെ എന്ത് ചെയ്യാൻ പോവാ? പാസ് ചെയ്യിക്കാൻ പോവാ. God said, okay, I'm going to send my glory in front of you. I will cause all my goodness to pass before you. Amen. Praise Lord. ഈ പ്രാർത്ഥന യഹോവയുടെ മഹത്വം കാണിക്കണേന്നായിരുന്നല്ലേ? What he was praying is, Lord, show me your glory. അന്നേരം ദൈവത്തിന്റെ മറുപടി എന്തായിരുന്നു? What is his answer? I will pass my goodness before you. Hallelujah. അന്നേരം ദൈവത്തിന്റെ മഹത്വം, God's glory, നമ്മൾ അറിയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതിന്റെ മഹത്വം എന്താണെന്നറിയാമോ? what he is desiring for us to know him with, ആ ഗുഡ്നസ് ആണ്. the goodness of God. അങ്ങനെ ആ ഗുഡ്നസ് എന്നാണ് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കാം. 34 വന്നേ. മോശ കണ്ട ആ ഗുഡ്നസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 34:6 ഒന്ന് നോക്കിയേ. യഹോവ അവന്റെ മുമ്പാകെ യഹോവ മോശയുടെ മുമ്പാകെ കടന്ന്, അന്നേരം മേൽ നമ്മൾ വായിച്ചത് I will cause all my goodness to pass before you. അതിന്റെ ആൻസർ ആണ് 34:6. യഹോവ അവന്റെ മുമ്പാകെ കടന്നു പോഷെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ. പ്രിയപ്പെട്ടവരെ, വായിക്കാൻ സമയമില്ല, നിങ്ങളൊന്ന് വായിച്ചോളൂ. അവിടുത്തെ അർത്ഥം ഇത്രേ ഉള്ളൂ. The meaning is this way. മഹിമ കാണിക്കണം എന്ന് പറഞ്ഞപ്പം When he said, I want to see the glory, ദൈവം തന്റെ ഗുഡ്നസ് എന്ന് കാണിച്ചു. God showed him his goodness. ഗുഡ്നസ് എന്ന് പറഞ്ഞാൽ ദൈവം കമ്മ്യൂണിക്കബിൾ ആയിരിക്കേണ്ട ആ ക്യാരക്ടർ എന്ന് കാണിച്ചു. God showed his communicative കമ്മ്യൂണിക്കബിൾ ക്യാരക്ടർ. ദൈവത്തിന് രണ്ട് സ്വഭാവമുണ്ട്: ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ആരുമായിട്ട് പാസ് ചെയ്യത്തില്ല, പക്ഷെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ത് ചെയ്യും? പാസ് ചെയ്യും. അതാണ് അവൻ നിങ്ങളെ അവന്റെ സാദൃശ്യത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചെന്ന് എന്ത് ചെയ്യുന്നു? ഇത് ഇമേജ് ആൻഡ് ലൈക്നെസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്നതിന്റെ അർത്ഥം. The reason that he created you in his image is so he could have a communicable relationship with God. ആ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ആണ് വേഴ്സ് 6 നമ്മൾ വായിച്ചത്. കരുണ, ദയ, സ്നേഹം, ക്ഷമ. കണ്ടോ? The communicable attributes. The communicable attributes was showing is abundant in love and faithfulness. നിന്റെ തേജസ് കാണിക്കണേ എന്നുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം പറയുക, ഇതാണ് നിങ്ങൾ കാണേണ്ട, മോശ കാണേണ്ട എന്റെ തേജസ്. എന്താ? ഞാൻ ദയയുള്ളവനാണെന്നും കരുണയുള്ളവനാണെന്നും തേജസ് കാണിക്കാൻ പ്രാർത്ഥിച്ചപ്പം ദൈവം തന്റെ തേജസ്സുള്ള സ്വഭാവം വെളിപ്പെടുത്തി. When Moses prayed for to see his glory, God showed the communicative aspect of God, which is compassionate, faithfulness, and slow to anger. ആമേൻ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ടോപ്പ് റിക്വസ്റ്റ് പ്രയർ എന്താണെന്നറിയാമോ? മഹത്വം കാണണേന്നാ. The top request of Moses in his prayer was, I want to see your glory. ആ ടോപ്പ് റിക്വസ്റ്റിന്റെ ആൻസർ എന്താണെന്നറിയാമോ? You know what the answer to the top request? ദൈവ സ്വഭാവം നമ്മൾ പഠിക്കണം, അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. We need to study God's behavior and we need to show the world how God is. ആ വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു അല്ലേ? ഒരു ദേവദാസൻ പറഞ്ഞൊരു വാചകം ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഇംഗ്ലീഷിലാണ്. God wants us to know him by the glory of his mercy than by the glory of his majesty. Amen. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ആ ദൈവത്വത്തിന്റെ മഹിമ അറിയുന്നതിനേക്കാൾ ആ മഹിമയുടെ നന്മ എന്താണെന്ന് അറിയാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുക. When we want to see the glory of God, what God wants us to relate to him is his goodness that is within him. ഞാൻ ആ സെന്റൻസ് ഒരിക്കൽ കൂടെ വായിക്കാം. God wants us to know him by the glory of his mercy than by the glory of his majesty. ഇതാ മഹിമ കേട്ടോ, മറക്കരുത്. This is what the glory of God is. 5 റിക്വസ്റ്റും
5 requests, ദൈവം ഗ്രാൻഡ് ചെയ്തു. God gave it to him. നമുക്ക് പ്രാർത്ഥിക്കണം. Let's continue praying. ടോപ്പ് മോസ്റ്റ് റിക്വസ്റ്റ്. പടിപടിയായിട്ട് കയറി പോവാം. As we climb up and step, we need to respond to the topmost request. നമ്മുടെ ഈ കിൻഡർഗാർഡൻ പ്രയർ ഒക്കെ നിർത്തണം അല്ലേ? We need to stop our simple kindergarten prayers. അതല്ലേ എൻ്റെ അർത്ഥം? Isn't that what that means? Amen. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. We need to pray for that. ഇതൊക്കെ കേട്ടിട്ട് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അനുസരിച്ചില്ലെങ്കിൽ അടി ഭയങ്കരമായി. After we listen to this thing, we do not obey what the word of God, whether it is me or you, the punishment will be great. ഈ 5 റിക്വസ്റ്റ് ദൈവം ഗ്രാൻഡ് ചെയ്തപ്പോൾ മോശയുടെ റെസ്പോൺസ് കൂടെ വായിച്ചോളൂ. Look at the response of Moses once of his 5 prayers were answered. 34 verse 8 നോക്കിയേ. മോസസ് മെയിൻ അപ്പോൾ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മതി. ആദ്യത്തെ മോശയുടെ പ്രതികരണം എന്നായിരുന്നു? ഇനി ഒന്നും ചോദിക്കാറില്ല, കാലയിലോട്ടങ്ങ് വീണു. What was Moses' final response after the fifth point? Moses bowed to the ground at once and worshipped. ആ ദൈവത്തിന്റെ മഹിമയോർത്തപ്പം, when he remembered the glory of God, ആ ഗുഡ്നസ് പാസ് ചെയ്തപ്പം, as the goodness passed through him by him, കർത്താവിന്റെ കാൽക്കിലേക്ക് he fell in the feet of God. പ്രാർത്ഥന, prayer is changing things എന്ന് ഒത്തിരി എടുത്ത് എഴുതി വെച്ചേക്കുന്നത് വായിച്ചിട്ടില്ലേ? ഇല്ലേ? നല്ലൊരു വാചകം ചേർത്തു, prayer is changing the praying saint. Amen. പ്രാർത്ഥന വിഷയങ്ങളെ മാറ്റും, ശരിയാ. Prayers will change things, പക്ഷേ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവനെ മാറ്റണം. but the prayer should change the individual who's praying. 5 റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്തപ്പം ദൈവപാദപീഠത്തിങ്കിലേക്ക് വീണു. When 5 of his requests through the prayer was granted, he fell at the feet of God. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ റിസൾട്ട് നമ്മിൽ ഉണ്ടാവണം. We should have the same result when we pray to God. പ്രാർത്ഥനയുടെ മറുപടി ദൈവം തരുമ്പോൾ എന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. When God gives you the answer to your prayer, what part should come from you? വിവരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. I don't have time to explain, but I don't have time. 34:29 the second result. 34:29. 34 verse 29. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് മതി പ്രകാശിച്ചു. മതി. നമ്മളോട് വായിക്കുന്നത് 34:29 വായിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? മോശയുടെ ദൈവം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹിസ് ഫേസ് എന്താ ഷൈൻ ചെയ്യാൻ തുടങ്ങി. His face, when he came down from the mount, his face was radiant. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? You know what the meaning is? ദൈവ സാന്നിധ്യത്തിൽ കുറച്ചു കാലം ഇരുന്ന് കഴിഞ്ഞപ്പോ തന്റെ മുഖത്തുണ്ടായിരുന്ന തേജസ് കണ്ട മോശയുടെ മുഖത്തൊന്നും വരാൻ തുടങ്ങി. What that means is that when he spent time with God, the radiance of God fell upon his own face. മോശ ഇത് അറിഞ്ഞില്ല, അതാ ഏറ്റവും വലിയ രസം. The funny part about it is Moses did not recognize this. അതുകൊണ്ട് ഈ ശുശ്രൂഷയുള്ള കാര്യമൊന്നും മറ്റുള്ളവര് എന്താ പറയാ, നമ്മൾ തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്ത് ഈ വാൾ പോസ്റ്റ് ഒന്നും ഇടണ്ട. We do not need to uplift ourselves in the work of God. ഇതൊക്കെ കാണുമ്പോ സങ്കടം വരാറില്ലേ? It is very sad when I see these kind of things. ജനം തിരിച്ചറിയട്ടെ. But let the people see the difference in ആ you. ഗ്ലോറി മോശയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. The glory of God went to Moses and he began to reflect ആ on the people. തേജസ് റിഫ്ലക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ആ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. When he says it radiated from Moses, is that the meaning of that is the communicable attributes was reflecting from Moses' face to the people. 5 റിക്വസ്റ്റ്, 5 requests, 2 റിസൾട്ട്. 2 results. Prayer is not only changing praying things, prayer is changing the praying saint. Praise the Lord. Hallelujah. Please മറക്കരുത്. Amen. അതിനുള്ള എനിക്ക് തൃപ്തിയായില്ല, കുറച്ചേറെ പറയാനുണ്ടായിരുന്നു. I'm not completely satisfied. I'm going to say more things. പ്രാർത്ഥിക്കണം. Pray for me. വളരെ വചനം വായിക്കണം. You need to read the Word of God plenty. കർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെയും പ്ലേസ് ചെയ്യരുത്. Do not replace God with anything. കർത്താവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടട്ടെ. May God's